കരുണാമയനേ കാവൽ വിളക്കേ കനിവിൻ നാളമേ കരുണാമയനേ കാവൽ വിളക്കേ കനിവിൻ നാളമേ അശരണരാകും ഞങ്ങളെയെല്ലാം അങ്ങിൽ ചേർക്കണേ അഭയം നൽകണേ കരുണാമയനേ കാവൽ വിളക്കേ കനിവിൻ നാളമേ മഞ്ഞ കൊണ്ടു മൂടുമെന്റെ മൺകുടീര വാരിയിൽ നൊമ്പരങ്ങളോടെ അന്നു ഞാൻ വന്നു ചേർന്ന രാത്രിയിൽ നീ അറിഞ്ഞുവോ നാഥ നീറുമെന്നിലെ മൗനം നീ അറിഞ്ഞുവോ നാഥ നീറുമെന്നിലെ മൗനം ഉള്ളു നൊന്നു പാടുവൻ പ്രാർത്ഥനാമൃതം കരുണാമയനേ കാവൽ വിളക്കേ കനിവിൻ നാളമേ കരുണാമയനേ കാവൽ വിളക്കേ കനിവിൻ നാളമേ അശരണരാകും ഞങ്ങളെയെല്ലാം അങ്ങിൽ ചേർക്കണേ അഭയം നൽകണേ കരുണാമയനേ കാവൽ വിളക്കേ കനിവിൻ നാളമേ. വിജിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഡയമണ്ട് സ്റ്റാർ നവസ്രത്തിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാണ് നമ്മളിവിടെ കൊണ്ടാടുന്നത്. നാടും വീടും വിട്ടുള്ള പ്രവാസ ജീവിതത്തിൽ നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്ക് കൂടുതൽ മാറ്റേറുവാനും കൊച്ചു കൊച്ചു ദുഃഖങ്ങൾക്ക് ഇതുപോലുള്ള കൊച്ചു പ്രോഗ്രാമുകൾ, ഓണം, ക്രിസ്മസ്, ഈസ്റ്റർ അതുപോലുള്ള പ്രോഗ്രാമുകളിലൂടെ നമുക്ക് ചെറിയ സന്തോഷം കണ്ടെത്തുവാനും നമുക്ക് ഇതുപോലുള്ള പരിപാടികൾ കൂടുതൽ പ്രയോജനകരമാണ്. നമ്മൾ ഓരോരുത്തരുടെയും ഒത്തൊരുമയുള്ള പ്രയത്നഫലമായാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. അതിനാൽ എല്ലാവരെയും വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ പ്രോഗ്രാം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നു. ോ
നവരാത്രി പുള്ളോർക്കുടമുള്ളിൽ നീട്ടി ഇരിക്കുന്ന പാരിജാതം പൂത്തിറങ്ങും പാതിരാത്തീരത്തിൻ മുന്നിൽ വെള്ളിയാമ്പൽ തിരികൊടുക്കും തിങ്കളായി നീ കൂടി മാത്രം നീ പോലും ആരും കാണാതുള്ളിൽ താളം തള്ളും തീരം സ്വപ്നങ്ങൾ നവരാത്രി പുള്ളോർക്കുടമുള്ളിൽ താമരപ്പൂ തുമ്പി പോലെ ചന്ദനക്കുളിരിൽ നീരാടാൻ വെണ്ണിലാവേ നീ വരുമ്പോൾ നെഞ്ചിലെ താളത്തൊരു നീളം ഓടാൻ കണ്ണൊന്നിടയെ ആരും കാണാൻ കാത്തൊഴിലിൽ മഷി വേണം നാടോടി മുടിയിൽ ചൂടി നവരാത്രി പുള്ളോർക്കുടമുള്ളിൽ തുഴയുന്നൊരു നാടൻ പെണ്ണാടോ പണിഞ്ഞും തൊഴിയുടെ കരക്കസവും കൊടുത്തും പുഴയുന്നൊരു നാടൻ പെണ്ണാടോ എന്നോളം തുള്ളിയെടുത്തോട്ടെ ക്രിസ്മസ് സന്ദേശം തന്ന സിനിക്ക് ഡയമണ്ട് മെഴ്സേഴ്സിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകളും വലിയൊരു കയ്യടിയും. ഇതിനകത്ത് കുറെ പേർക്ക് പരസ്പരം പരിചയമില്ലെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ജസ്റ്റ് നമ്മൾ പരസ്പരം ഒന്ന് പരിചയപ്പെടുന്നു. നമ്മുടെ പേര് എത്ര വർഷമായി? ജ്യേഷ്ഠ നാട്ടിലൂടെ ഈ 3 ലിജോ ഇവിടെ 6 വർഷം കഴിഞ്ഞു.
നാട് കണ്ണൂരാണ്. ഇല്ല, അത് വേഗം പരിചയപ്പെടുത്തി. എൻ്റെ പേര് ജിതിൻ, ഞാൻ കണ്ണൂരാണ്. ഇവിടെ വന്ന് 3 കൊല്ലം കഴിഞ്ഞു. ഇവിടെ പത്മാക്കില് രാമകേട് എടുത്തില്ലേ. ജിതിൻ, ഇത് ജിതിനാണ്. മുഖം പിന്നെ കാണാം എല്ലാവർക്കും. അടുത്ത മൈക്ക് കൈമാറൂ. എൻ്റെ പേര് രബിൻ, ഞാനിവിടെ ജെറുസലേമിൽ 2 വർഷമായി. ഇവിടെ നഴ്സത്തിൽ 1.5 മാസമാണ്. എന്നെ എല്ലാവർക്കും അറിയാമായിരിക്കും. എന്നെ എല്ലാവർക്കും അറിയപ്പെടുത്തുന്നില്ല. അവനോ അവർക്ക് ഞാൻ പരിചയപ്പെടുത്തും. എൻ്റെ പേര് ജോജി, ഞാനിവിടെ വന്നിട്ട് 2.5 വർഷം ആയിട്ടില്ല. 2.5. ഞാൻ വ്യവസ്ഥ സിയോണില് ടവർ 7-ലാണ് വർക്ക് ചെയ്യുന്നത്. നാട്ടില് പെരുമേലി. എൻ്റെ പേര് സവിത, ഞാൻ സിജത്ത് കാസ്റ്റിൻ്റെ വർക്ക് ചെയ്യുന്നു. ഇവിടെ വന്നിട്ട് 1 വർഷമായി. നാട്ടിൽ എറണാകുളം പെരുമ്പാവൂർ. എൻ്റെ പേര് ജിജി, ഞാൻ മത്സരത്തെ കാസ്റ്റിൽ വർക്ക് ചെയ്യുന്നു. ഇവിടെ വന്നിട്ട് 4 വർഷം. ഞാൻ ലീന. എൻ്റെ പേര് സുധീഷ്, ഞാനിവിടെ വന്നിട്ട് 1.30 വർഷമായി. ഇവിടെ വന്നിട്ട് 6 മാസമായി. എൻ്റെ നാട് ഇടുക്കിയാണ്, തോപ്രാംകുടി. എൻ്റെ പേര് സിനി, ഞാൻ ഇവിടെ വന്നിട്ട് 3 വർഷം കഴിഞ്ഞു. നാട്ടിൽ ഇടുക്കിയാണ്. എൻ്റെ പേര് സനീഷ്, ഞാനിവിടെ വന്നിട്ട് 2.5 വർഷം. ബസ്സിലേക്ക് വന്നിട്ട് 3 മാസം. നാട്ടില് ഇടുക്കിയില് ഞങ്ങള് അയൽവാസികളാണ്. എൻ്റെ പേര് മുരിക്കാശ്ശേരി തൊടുപുഴ എന്ന് പറയും. എൻ്റെ പേര് അനിത, ഞാൻ ഇവിടെ ഇസ്രായേലിൽ 3 വർഷമായി. മനസ്സിലാക്കി 3 മാസം. നാട്ടില് മംഗലാപുരത്താണ്. എൻ്റെ പേര് പ്രീതി, ഇസ്രായേലിൽ 3.5 വർഷമായി. വ്യവസായത്തിൽ 3 വർഷമായി. നാട്ടിലിടുക്കി. ഇടുക്കിക്കാരാണ് ഇപ്പൊ മറ്റേ കണ്ണൂരിന്നൊക്കെയാണ്. എൻ്റെ പേര് സൗമ്യ, ഞാൻ വ്യവസായത്തിൽ 1.5 കൊല്ലം കഴിഞ്ഞു. ഇവിടെ വന്നിട്ട് 3.5 കൊല്ലം കഴിഞ്ഞു. വീട്ടുകാരൊക്കെ പറയാം. എവിടെയാ നിന്റെ സ്ഥലം എവിടെയാ? എൻ്റെ പേര് ബെൻസി, ഞാൻ ഇസ്രായേലിൽ വന്നിട്ട് 4 വർഷം. മത്സരത്ത് വന്നിട്ട് 4 വർഷം. നാട്ടിൽ കൊല്ലം, സെറ്റിൽഡ് ഗുജറാത്ത്. എൻ്റെ പേര് ഷാൻവി, ഞാൻ ഇസ്രായേലിൽ വന്നിട്ട് 1.5 വർഷമായി. ഞാൻ വ്യവസായത്തിൽ വന്നിട്ട് 9 മാസം. നാട്ടിൽ കൊല്ലം. എൻ്റെ പേര് ജൂലി, നാട് കണ്ണൂര്. ഇസ്രായേലിൽ വന്നിട്ട് 11 വർഷം. വ്യവസായത്തിൽ വന്നിട്ട് 1 വർഷം. കണ്ണൂര്. എൻ്റെ പേര് സിനി ചിച്ചു, ഞാൻ ഇവിടെ വന്നിട്ട് ഇസ്രായേലിൽ വന്നിട്ട് 2 വർഷമാകുന്നു. വ്യവസായത്തിൽ വന്നിട്ട് 1 വർഷമാകുന്നു. എൻ്റെ സ്ഥലം എറണാകുളം. അറിയാൻ വയ്യാത്തവരൊക്കെ എൻ്റെ പേര് സുജ, ഞാൻ കിരിയത്തലയിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ ഇസ്രായേലിൽ വന്നിട്ട് 8 വർഷമായി. വയനാടാണ്. വയനാട്ടിലെവിടെ? സുലി ചേച്ചി നമ്മുടെ സൗമ്യയുടെ ഫ്രണ്ടാണ്. ചേച്ചി നമ്മുടെ ഗസ്റ്റ് ആണ്. ക്ഷണം സ്വീകരിച്ച് ഗസ്റ്റ് ആയിട്ട് വന്നതാണ്. ചേച്ചിക്ക് നല്ലൊരു കാര്യം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയതിനും ഞങ്ങളോട് സഹകരിക്കുന്നതിനും ഒത്തിരി താങ്ക്സ്. എല്ലാവർക്കും ഒത്തിരി നന്ദി. എന്നെ ഇങ്ങനെ ക്ഷണിച്ചതിന് ഒത്തിരി താങ്ക്സ്. എൻ്റെ പേര് ലിജി, എൻ്റെ സ്ഥലം കായംകുളം, സ്വന്തം സ്ഥലം കൊല്ലമാണ്. കായംകുളത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. ഇസ്രായേലിൽ വന്നിട്ട് 10 വർഷം കഴിഞ്ഞ്. മത്സരത്തിൽ വന്നിട്ട് 7 വർഷം കഴിഞ്ഞു. എൻ്റെ പേര് ലീന, കായംകുളം. മത്സരത്തിൽ വന്നിട്ട് 2.5 വർഷമായി. കണ്ണൂർ വീട്. കണ്ണൂരാണോ നിന്റെ വീട്? ഇതൊന്നും കൈകരിക്കണം. എൻ്റെ പേര് വിജീത്, ഞാൻ നഴ്സറിയിൽ വന്നിട്ട് 1.5 വർഷമായി. ഇസ്രായേലിൽ 2 വർഷമായി. നാട്ടിൽ കണ്ണൂർ പയ്യന്നൂർ. പയ്യന്നൂര്. പരസ്പരം പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അറിയുന്നത് ഞങ്ങൾ 4 പേരും ഒരേ ജില്ലയിൽ ഒരേ ഏരിയയിലുള്ളവരാണ്. നിൽക്കും മനസ്സിലായി. 5 പേര്, ഞങ്ങൾ 5 പേര് ഒരേ സ്ഥലത്തുള്ളവരാണ്. കണ്ണൂർക്കാർക്ക്. അപ്പൊ എല്ലാവർക്കും താങ്ക്സ്. എല്ലാവരും പരിചയപ്പെടുത്തി. ഇനി നമ്മൾ കേക്ക് മുറിക്കാൻ പോവാണ്. ലിജി ചേച്ചീനെയും പിന്നെ ജൂലി ചേച്ചീനെയും അതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വിളിച്ച് നമ്മുടെ ഗസ്റ്റ് സുജ ചേച്ചിനെ ഏറ്റവും സ്നേഹപൂർവ്വം കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് ക്രിസ്മസ് പാപ്പയെ വിളിക്കാം. ജൂലി ചേച്ചി, ലിജി ചേച്ചി, സുജ ചേച്ചി, ക്രിസ്മസ് പാപ്പ.
അതെ എല്ലാരും കൂടെ ഹാപ്പി നമ്മള് കാശ് മുടക്കി ഞങ്ങള് സ്പോൺസർ ചെയ്തു പാപ്പയുടെ എല്ലാവരും ഓരോ വർഷം കേട്ടോ ഫോട്ടോ എടുക്കണം അറിയാതൊക്കെ. എല്ലാവരും കൂടെ അതെ തനീഷ നിങ്ങളൊക്കെ എടുത്തോ ഓക്കെ സോറി എല്ലാരും എടുത്തോ. ചേഴ്സ് പറയാൻ എടുത്തില്ല ഒരെണ്ണം കൂടെ എടുക്കട്ടെ. പോയി നല്ലൊരു കയ്യടി എല്ലാരും കൊടുത്തേ. വൈൻ സ്പോൺസർ ചെയ്ത് ജ്യോതി ചേട്ടനും സ്വപ്നയ്ക്കും കുടിച്ച് ഞങ്ങൾക്കും കൊണ്ടുവന്ന് സുചിച്ചേച്ചിക്കും കുടിച്ച് ഞങ്ങൾക്കും മനോഹരമായി കേക്ക് ഉണ്ടാക്കി തന്ന താഴേന്ന് ചുമന്ന എനിക്കും താഴെന്ന് ചുമന്ന സനീഷിനും എല്ലാവരും ഒരു നല്ല കയ്യടി കൊടുത്തേ. കേക്ക് ഉണ്ടാക്കിയിട്ട് സ്മിത ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചിയാണ്. ഇനി നമ്മള് ക്രിസ്മസ് പ്രിന്റ് കൊടുക്കുകയാണ്. ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? എല്ലാവരുടെയും ക്രിസ്മസ് ഫ്രണ്ട് കയ്യിലുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. തുടക്കം ഞാൻ തുടങ്ങുകയാണ്. ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിക്കും. എന്റെ ഫ്രണ്ട് ആ കെട്ടിയവർക്ക് വേണ്ടി വേവേന്ന് കൊടുക്കണം. അപ്പം തുടക്കം എല്ലാവർക്കും കേട്ടോ കവർ മാറിപ്പോവല്ലേ. എന്റെ ക്രിസ്മസ് ഫ്രണ്ട് ആരാണ് നിങ്ങൾക്ക് അറിയണ്ടേ? അറിയണ്ട ശാലിനി. വൈൻ എടുത്തോണ്ട് വരാം. മാറിപ്പോലെ ഒരു വൈൻ എടുത്തോണ്ട് വരാം. അല്ല നീയല്ല മറ്റവള് നീ ഇവള് സിനി സിജു പ്രിൻസി എവിടെ? പ്രിൻസി എവിടെ? അപ്പൊ സിനി അവളെ ആരായിട്ടേക്കുന്നത്? സിനി വർഗീസ് നീയല്ലേ പറഞ്ഞ സിനി വർഗീസ് എനിക്ക് കിട്ടിയത് ലീസ് ചേച്ചി. അടിച്ച ഫോണായി സ്വപ്ന എല്ലാം കൈമാറട്ടെ. അല്ല പിന്നെ എന്തോ പറയുന്നത്. സെറ്റ്
ബോബി ചേട്ടന് കിട്ടിയിരിക്കുന്ന ഫ്രണ്ട് ഷീജ ചേച്ചിയാണ്. ഷീജ ചേച്ചി ഇല്ലാത്തതിന്റെ ഭാഗത്ത് ലിജി ചേച്ചിയെ ക്ഷണിക്കുന്നു. ലിജി ചേച്ചി വീണ്ടും പോട്ടോ. ഷീജയുടെ പേരിലുള്ള ഷീജയുടെ പേരിൽ എന്റെ ആശംസകൾ. ആരാ അതാ മറന്നു. ലീന 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 പോ പോ. ലീന തിളക്കമാണല്ലോ. നല്ല സമ്മാനമല്ല. ഫോട്ടോ എടുക്കട്ടെ. ദൈവത്തെ അതെ, ജോജി ചീരമറ്റം. ജോജി ചീരമറ്റം. ജോജിക്ക് കിട്ടിയ ആളെന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. എനിക്ക് കിട്ടിയത് ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെയുള്ള ഒരു സുഹൃത്തും എന്താ പറയാ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച ഇങ്ങോട്ട് വരാൻ വേണ്ടിയുള്ള പഠിത്തം ആണ്. പക്ഷെ ലാസ്റ്റ് അവൻ ഇവിടെ തന്നെ എത്തി. അവർക്ക് ആഗ്രഹമായിരുന്നു ഇവിടെ തന്നെ ജോലിക്ക് വരണം. വിനീതാണ് എനിക്ക് കിട്ടിയത്. വിനീതിന് കനത്തിലുള്ളത് എന്തോ ജോജിയുടെ കൊടുക്കുന്നുണ്ട്. ജോജി വിനീത്. ജോജി വിനീത്. കൂട്ടത്തിലെ സീനിയർ ജോയിച്ചേട്ടനായത് കാരണം എനിക്ക് ഹെവി സാധനം കിട്ടിയെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ തുറന്നു കാണിക്കാം. സുരേഷ് കൂട്ടുകാരനെ തന്നെ കിട്ടിയോ? വന്നിട്ടില്ല. ജിനയുടെ ഗിഫ്റ്റ് ആരെയും ഏൽപ്പിച്ചിട്ടുണ്ടോ? ജിനയുടെ ഗിഫ്റ്റ് മേടിക്കുന്നതും തന്നിട്ടുണ്ടോ ആരെങ്കിലും? ഓക്കെ, അപ്പം തൽക്കാലം അവിടെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പം ജിന കൊടുക്കാൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് സനീഷ് വാ. നീ വാ. നീ ഗിഫ്റ്റ് കൊടുക്കണോ? കൊടുത്തോ? നീ ഗിഫ്റ്റ് കൊടുത്തോ? നിനക്ക് കിട്ടിയോ? ജീന വരുമ്പോ നമുക്ക് കൊടുക്കാം. എനിക്ക് കിട്ടിയത് സൗമ്യനാണ് കിട്ടിയത്. സൗമ്യ സൗമ്യ എന്റെ നാട്ടുകാർ തന്നെയാണ്. സിനി വർഗീസ്. എനിക്കറിയത്തില്ല, അന്ന് ഞാൻ വിളിച്ച കൺഫ്യൂഷൻ എനിക്ക് ക്രിസ്മസ് ഫ്രണ്ടായി കിട്ടിയത് സ്വപ്ന ചേച്ചി. അപ്പൊ ഓൾറെഡി ഞാൻ എന്റെ ഫ്രണ്ടിന് കൊടുത്തു കഴിഞ്ഞു. പ്രിൻസി ആയിരുന്നു. ഇനി ആരും എന്റെ ഗിഫ്റ്റ് കൊടുക്കണം. ജിതിബ ഞാൻ ഇതാണ് നമ്മുടെ ക്രിസ്മസ് പാപ്പായ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. മൈക്ക് ഓഫ് ആയി. അനിത.
നീ അതിനിടയ്ക്ക് അവിടെ പോകുന്നു. എന്റെ ക്രിസ്മസ് ഫ്രണ്ട് സനീഷ്. എന്റെ ഫ്രണ്ട് സുജ. ഹാപ്പി ക്രിസ്മസ്. എനിക്ക് കിട്ടിയിരിക്കുന്നത് ജിതിന്. ഇനി ആർക്കെങ്കിലും കിട്ടാറുണ്ടോ? ഇനി ജൂലി ചേച്ചി നമ്മുടെ ഇന്നത്തെ കൺവീനറായ ഡിജിന് ഒരു സമ്മാനം കൊടുക്കുകയാണ് നമുക്ക് വേണ്ടിയിട്ട്. അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ കൂട്ടുകാരിയും നമ്മുടെ ചേച്ചി എന്ന് പറയാൻ പറ്റില്ലല്ലോ, അതാണ് ജൂലി ചേച്ചിയാണ്. എല്ലാവരും നിറഞ്ഞ കൈയ്യടി കൊടുക്കുക. ദൈവപുത്രൻ വിളക്കുമെന്ന് കണ്ണും കണ്ണും കാത്തിരുന്നു. കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ വിളക്കുമെന്ന്. ആകാശവീതിയിൽ മാലാഖമാരി വന്ന് നെറ്റിച്ചത് കുടമാ ആരാട്ടുപാടി ഉറക്കിടുവാനും മനതാരിൽ നിറച്ചിരുന്നു. ഇത്ര നല്ല ദേശത്തെ തന്ന നല്ല വാദം നല്ലരാവിൽ പാടി സ്തുതിക്കാം. കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിലാ കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി. അപ്പൊ ഇവിടുത്തെ ശബ്ദമുണ്ട്. നമ്മൾ പറയാം ഒരു പ്ലേറ്റ് വേണോ? ഒരു പ്ലേറ്റ് വേണം. കട്ട്ലറ്റും വേണം. ഇനി ഇതിന്റെ പ്ലേറ്റ് ഇവിടെ വെക്കണം. അല്ല നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാം. നോക്ക് അയ്യോ ഇത് വിളമ്പണം. അതിപ്പോ വീഡിയോ ഓണാക്കി താങ്ക് യു. ചിക്കൻ കറി ഇതാരുടെ ഇനിയുണ്ട് ജൂലി ചേച്ചിയാ വേറെ ആർക്കും Tira toque
മൂന്ന് നെല്ലും ചാക്കിന്റെ ഇടയ്ക്ക് അടുത്ത ആള് അതാ അടുത്തല്ലേ അവന്റെ കൂളിംഗ് ഗ്ലാസ് മാറ്റിയ ശേഷം അതെ ഇതിന്റെ കൂളിംഗ് ഗ്ലാസ് കൊണ്ട് ട്രാക്ക് ചെയ്തിരിക്കുക ജിതിൻ അന്തവും കുന്തവും ഇല്ലാതെ നിൽക്കുകയാണ് എങ്ങോട്ട് പോകണമെന്നറിയാതെ വഴിയറിയില്ലാതെ ജിതിൻ യെസ് ജിതിൻ യെസ് അവന്റെ കൈകളിൽ പേടിയിരിക്കുന്നു അവൻ എങ്ങോട്ടോ ഉദ്ദേശിക്കുന്നുണ്ട് അവനെ പിടിച്ച് കറക്കുന്നു വിനി അവനും തപ്പിയിട്ട് കാര്യമില്ല തപ്പല 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 തപ്പേ ശരിയാണ് തപ്പല ചൂട് 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 എത്ര പെൺപിള്ളേർക്ക് എന്നുള്ള ആത്മവിശ്വാസത്തോടെ അഞ്ച് ബസ്സുകൾക്ക് കൂടെ ഇട്ട് കഴിഞ്ഞാൽ അവന് സ്ഥലം കിട്ടത്തോളം 5 ബസ്സിന്റെ ഗ്യാപ്പിൽ വെറും 5 ബസ്സിന്റെ ഗ്യാപ്പിൽ അവൻ തൊട്ടിരിക്കുന്നു അവൻ 5 ബസ്സിന്റെ ഗ്യാപ്പിൽ അതെ അതെ മോദിയനിൽ നിന്നും സോറി വിധി സുന്ദരികളിലെ കാണാൻ വേണ്ടി ഡയാന ഡാഗിമാർക്ക് തൊടുവാൻ വേണ്ടി വിനി 3 പ്രാവശ്യം മാത്രം കറക്കി വിടണം 3 പ്രാവശ്യം മാത്രം അവനെ കറക്കി വിടുക അവൻ ഓൾറെഡി കറങ്ങിയിരിക്കുകയാണ് അവനെ ഒരുപാട് കറക്കി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കൊടുക്കുന്നത് ജിതിനെ ഞാൻ കടത്തി വിട്ടുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകാതിരിക്കുക അമ്പയറിന്റെ തീരുമാനം അമിതമായിരിക്കണം ഇവിടെ ഇല്ല കറക്കിക്കോ കലക്കിക്കോ 1 2 3 4 പേന കൊടുക്ക മതി പേന കൊടുക്കാൻ അവനെ പേന കൊടുക്കട്ടെ അവനെ പേന കൊടുക്ക അതെ അവൻ തപ്പി 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 കപ്പിത്താനെ പോലെ പോകുന്നു അവനൊരു കപ്പിത്താനെ കാണും മതി മതി അങ്ങനെ തപ്പാൻ പറ്റില്ല ഒരുപാട് തപ്പാൻ പറ്റില്ല ഒരുപാട് തപ്പി കഴിഞ്ഞാൽ നിന്നെ ഔട്ടാക്കുന്നതാണ് അതെ അവൻ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നു തപ്പ് ശരിയല്ല അവന്റെ തപ്പ് ശരിയല്ല അതെ കറക്റ്റ് അവന് സ്ത്രീകളുമായി അഭേദ്യമായി തൊട്ടുതൊട്ടുള്ള ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അവൻ കറക്റ്റ് അവളുടെ കണ്ണ് തന്നെ കൂടി പിടിച്ചിരുന്നു
അവന്റെ കണ്ണ് തന്നെ. അതെ, വ്യവസരത്തിന്റെ പ്രിയപ്പെട്ട സുന്ദരിയും സുശീലയുമായ കോതമംഗലത്തിന്റെ അഭിമാനം, കൂത്താട്ടുകുളത്തിന്റെ അഭിമാനമായ സുന്ദരിയും സുശീലയും സർവസ്വഭാവിയുമായ സർവോപരി വ്യവസരത്തിന്റെ എല്ലാമായ ഡാൻസ് കാര്യമായ സൗമ്യ. മതി, ഓക്കെ പോട്ടെ. മാറി നിൽക്കുക, മറ്റുള്ളവർ വഴിയിൽ നിന്ന് മാറി നിൽക്കുക. ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഇത് അവിടെ തപ്പരുത്. ഈ തൊടുക. മറ്റുള്ളവർ അഭിപ്രായം പറയാതിരിക്കുക. ഒച്ച ഉണ്ടാക്കാതിരിക്കുക. എന്നിട്ട് വേണം ഞങ്ങൾക്ക് ചിരിക്കാൻ. പോന്നെ അഭിപ്രായം പറയട്ടെ. പൊട്ട് കുത്താൻ പോകും നിങ്ങളെ കറക്റ്റ് ആവില്ല. ഒച്ചപ്പാടുണ്ടായി കുത്താൻ പോകുന്നവർക്ക് അറിയത്തില്ല. ജോജിനെ തലവിരിച്ച് പറമ്പിലേക്ക് കൊണ്ടുവന്നത് എന്താ? ഈ പൊട്ട് കൊത്താൻ പോകുന്നവര് ബാക്കിയുള്ളവര് സൈലന്റ് ആയിട്ട് നിൽക്കുക. നിങ്ങള് ഒച്ച ഉണ്ടാകാൻ കഴിയുമ്പോഴത്തേനും അവർക്കത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. പൊട്ട് കറക്കരുത്. പുള്ളി കറക്കി കഴിഞ്ഞാൽ അപ്പത്തിനെ കണ്ണിന് പോയി കുത്തും. പുള്ളി വളരെ കറങ്ങി വെക്കുകയാണ്. എല്ലാ രീതിയിലും പ്രിൻസ് പിടിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ചോദിച്ചേട്ടാ കറങ്ങിയാൽ പ്രിൻസ് പിടിക്കും. ജോലി ചേട്ടന്റെ പൊക്കത്തിനനുസരിച്ച് മോളിലുള്ള ചില്ല് കുത്തിപ്പൊട്ടിക്കരുത്. ദൈവം 3 പ്രാവശ്യമൊക്കെ ഇറക്കാം. നിനക്ക് സത്യത്തിൽ കാണത്തില്ല. അങ്ങനെ പറഞ്ഞില്ലല്ലോ ഓട്ടം ഉണ്ടാകും. ഓക്കെയാണ്. ഈ പൊട്ട് കുത്താൻ പോകുന്നവരെ പൊട്ട് കുത്തുന്ന സ്ഥലത്ത് എത്തുമ്പോൾ നിങ്ങൾ ദയവ് ചെയ്തിട്ട് മിണ്ടാതിരിക്കുക. പൊക്കോ. യെസ്. ഒരു റോബോട്ടിനെ പോലെ ജോജി നടന്നു തപ്പത് റോങ്ങാണ്, തെറ്റാണ്. തപ്പാൻ പാടില്ല, തെറ്റാണ്. ക്രിസ്തു തന്നെ പറഞ്ഞു കുത്തു ജോജി. അതെ, ഫ്രണ്ട്സ് അടുത്ത് ജോജി കുത്തു ജോജി. അതെ, ഇതാണൊന്നും കറക്റ്റ്. പറഞ്ഞതനുസരിച്ച് ജോജി കുച്ചിരിക്കുകയാണ്. അല്പം മാറി കാണത്തില്ല, ആൾക്കാർ കാണത്തില്ല. അവർക്ക് ശ്വാസം മുട്ടിക്കരുത്. ഇപ്പോഴാണ് മോക്കില് കോതമംഗലംകാരി സൗമ്യ വീണ്ടും 1ാം സ്ഥാനത്ത്. പിറവത്തിന്റെ കടന്നു വന്നിരിക്കുകയാണ്. എന്ത് വന്നാലും സുനീഷ് അളന്നു കുറിച്ചാണ് ഇന്നേതായാലും മുന്നോട്ട് പോകുന്നത്. അവന്റെ കൈകൾ കൊണ്ട് അളവിന്റെ ടേപ്പ് പോലെ അവൻ അളന്നിരിക്കുന്നു. പിതാവേ, കറക്കി അവനെ. യെസ്. ഇല്ല, അത് ശരിയല്ല. അത് ഫൗളാണ്. ഒരു കാരണവശാലും സുനീഷ് പെട്ടെന്ന് വേണം കേട്ടോ.
അതാ അയ്യോ അതാ തൊട്ടിരിക്കുകയാണ്. അടുത്താരാ? സുന്ദരിയായ ജൂലി ചേച്ചി. ബൈബിളിൽ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഏതോ ഒരു വരികളിൽ പറഞ്ഞിട്ടുള്ള ജൂലി ചേച്ചി കണ്ണൂരിൽ നിന്ന് നമ്മുടെ ജൂലി ചേച്ചി സുന്ദരിക്ക് പൊട്ടുതൊടാൻ വേണ്ടി സുന്ദരിയേക്കാൾ മനോഹരമായിട്ടുള്ള ജൂലി ചേച്ചി. അതെ പൊക്കോ. വളരെ 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 കണ്ടുപിടിച്ച് കളഞ്ഞിരിക്കുന്നു. അതെ പലരും പലതും പറയും. ചേച്ചി അത് ചെയ്ത് കേട്ട് കൊത്തരുത്, നോക്കിയും കണ്ടും കൊത്തുക. വീഡിയോ അത് 10 മിനിറ്റ് കാണിക്കുന്നത്. നമുക്ക് ആമ്പിള്ളേർക്ക് എല്ലാവർക്കും കൂടെ ഒരു ഫോട്ടോ ആരും സമ്മതിക്കത്തില്ല. അപ്പൊ അത് നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. വീഡിയോ ആണോ പ്രാഞ്ചി? ഇത് വീഡിയോ നേരത്തെ ഞാൻ വേഗം പറയാം. ഹാപ്പി ഏതായാലും നല്ല കിട്ടുമല്ലോ. സ്വപ്ന ചേച്ചി കണ്ണടച്ചു. എല്ലാരും പറ്റില്ല. കുറച്ചുപേര് മുന്നിൽ കുത്തിയിരിക്കാവോ? ഇങ്ങനെ ഇരിക്കാവോ? സ്വപ്നയുടെ ആരോഗ്യത്തിന് സ്വപ്നയോട് 150 സെക്കൻഡിന് ഒരു തീരുമാനമാണ്. ഭയങ്കര ഇതും കൂടെ ഞാനങ്ങനത്തെ പറയുകയും ചെയ്തു. മീനാച്ചിയുടെ പൈസ തരാനുള്ളൂ എന്ന് 100 പ്രാവശ്യം പറഞ്ഞു. ഞാൻ പൈസ കേക്ക് മാത്രം ഞാൻ ഓരോ സൈഡ് ഇങ്ങോട്ട് നീ ഓരോന്ന് വേറെ ആക്കിയിട്ടാണ്.